നമസ്കാരം, ഞാനാണ് റാണി ചാറ്റർജി. നിങ്ങളെല്ലാം സ്വാഗതം ചെയ്യുന്നു ക്രൈം ചക്രയുടെ പുതിയ എപ്പിസോഡിൽ പുതിയൊരു കഥയോടൊപ്പം. ഹലോ, പറയുന്ന കേക്ക്. വീട്ടിലെത്തിയോ? ശരി, ഓക്കെ. ഓക്കെ ബ്രോ, നീ ടെൻഷൻ ആവല്ലേ. 100% ഈ ഡീല് ക്രാക്ക് ആവും. എന്റെ മനസ്സാടാ പറയുന്നത്. ഓക്കെ, നീ ടെൻഷൻ ആവണ്ട. നാളെ നേരെ വാ. ഒരു ബിരിയാണി പാർട്ടി ഒരുക്കിയിട്ടുണ്ട്. ഓക്കെ ആണോ? ശരി, ഓക്കെ. ഞാൻ തന്നെ ഇപ്പൊ ഒന്ന് കോൾ വിളിക്കാൻ പോവായിരുന്നു. അപ്പോഴത്തേക്ക് നീ വന്നല്ലേ. പിന്നെ പിന്റു എവിടെ? പിന്റു അവിടെ തന്നെ ഉറങ്ങിപ്പോയി. അവനെ എടുത്തോണ്ടൊന്ന് മുറിയിൽ കിടത്തിയിട്ടാ വരുന്നത്. അത് ശരി. എന്നാ പിന്നെ എന്നെ ഒന്ന് ഉറക്കിക്കൂടെ? നിങ്ങൾ എന്താ ഇങ്ങനെ? ഞാൻ ഇതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ. അതുമല്ല, ഇന്ന് ഞാൻ ആകെ തളർന്നിരിക്കുക. എന്നാ പിന്നെ വാന്നേ, നമുക്ക് തളർച്ച അങ്ങോട്ട് മാറ്റാം. എന്തേ തളർച്ച അങ്ങോട്ട് മാറ്റിയാലോ? എന്താ ഇത്? അല്ല, എന്തൊരു ഭാരമടി നിനക്ക്. ദാ എടുത്തു. പിന്റു എണീറ്റോ? അവൻ ഉറങ്ങുക. ഇന്ന് സ്കൂൾ ലീവല്ലേ. നിങ്ങൾക്കിപ്പോ കഴിക്കാൻ എന്താ വേണ്ടേ? കഴിക്കുന്നതൊക്കെ ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. നീ ഇവിടെ ഇരുന്നേ. ഇന്ന് രാത്രിയിലല്ലേ, നമുക്കൊരു ബിരിയാണി പാർട്ടി ആവാം. അപ്പൊ നീ ബിരിയാണി റെഡിയാക്കിയാൽ മതി രാത്രിയിലേക്ക്. മെഹങ്കും വരുന്നുണ്ട്. എന്താ പ്രത്യേകിച്ച്? അതൊരു പ്രോപ്പർട്ടിയുടെ ഡീൽ നടന്നില്ലേ. അപ്പൊ ഞാനും മെഹങ്കും കൂടിയാണ് ആ ഡീല് ഫൈനലാക്കിയത്. അതിന്റെ ഒരു സന്തോഷത്തിന്. ബിരിയാണി മാത്രമുള്ളോ അതോ ഡ്രിങ്ക്സും ഉണ്ടോ? ഡ്രിങ്ക്സ് പിന്നെ ഉണ്ടാവാതിരിക്കുവോ? പിന്നെ എന്റെ വക രാത്രിയില് നിനക്കൊരു പ്രത്യേക ട്രീറ്റും ഉണ്ടാവും. നിങ്ങളുടെ ഒരു കാര്യം, എഴുന്നേക്ക് ലേറ്റ് ആവുന്നു. എടി, എന്താടി നിനക്കൊരു ധൃതി? ശരി, എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരാം കേട്ടാ. ഒരു സന്തോഷം നിറഞ്ഞ കുടുംബം. വിക്രം, കരിഷ്മ, അവരുടെ മകൻ പിന്റു. ഇന്നത്തെ കാലത്തെ ഓരോ മനുഷ്യനും ആഗ്രഹിക്കുന്നത് അവന്റെ കുടുംബത്തിന്റെ സന്തോഷം മാത്രമാണ്. എന്നാൽ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടെ കഴിയുന്നുണ്ടോ? എല്ലാം ശരിയായിട്ടാണ് മുമ്പോട്ട് പോകുന്നതെന്ന് തോന്നുന്ന സമയത്താണ് പലപ്പോഴും അപ്രതീക്ഷിതമായ കാര്യങ്ങൾ സംഭവിക്കുന്നത്. അതോടെ നമ്മുടെ സന്തോഷങ്ങളെല്ലാം നിമിഷങ്ങൾക്കുള്ളിൽ ചിതറിപ്പോകുന്നു. വിക്രമിന്റെ കുടുംബത്തിലും അതുതന്നെയായിരുന്നു സംഭവിച്ചത്. എനിക്കെന്തോ പേടിയാവുന്നു. വിഷമിക്കണ്ട, ഇങ്ങോട്ട് വാ. സാറുണ്ട്. സാർ രക്ഷിക്കണം. സാർ അദ്ദേഹത്തെ രക്ഷിക്കണം. നോക്കൂ, നിങ്ങളൊന്ന് റിലാക്സ് ആവും. എന്നിട്ട് ഇരിക്കെ. സാറേ, നിങ്ങൾ എന്റെ കൂടെ വരണം. എന്റെ ഭർത്താവ് 2 മിനിറ്റ് നിങ്ങളൊന്ന് ഇരിക്കെ. എന്നിട്ട് വെള്ളം കുടിക്കും. ഇതോ സാർ, പ്ലീസ് അദ്ദേഹത്തെ രക്ഷിക്കണം. വെള്ളം കുടിക്കും. ഇപ്പൊ നിങ്ങൾ പറ, എന്താ പറ്റിയ? അവരെന്റെ കുഞ്ഞിനെ എന്റെ ഭർത്താവിനെ തട്ടിക്കൊണ്ടുപോയി. അവരെന്ന് വെച്ചാ മുഖം മൂടിയിട്ട കുറച്ച് ആൾക്കാര്. വിശദമായിട്ട് ഒന്ന് പറയാൻ പറ്റുമോ? സാർ, ഇന്ന് എന്റെ വീട്ടിലേക്ക് എന്റെ ഭർത്താവിന്റെ സുഹൃത്ത് മയങ്കി വന്നിരുന്നു ബിരിയാണി പാർട്ടിക്ക്. അതിനുശേഷം അവര് വന്നത്. എന്നിട്ട് അവരെ തട്ടിക്കൊണ്ടുപോയി. മെഹങ്ക്, ആ കാര്യം നടക്കില്ലേ? സാക്ഷാന സാറിന്റെ അടുത്ത് ഞാൻ സംസാരിച്ചു. എന്തോ പറ്റുമെന്ന് നോക്കാം. മോനെ, ചെല്ലു. മോൻ ചെന്ന് മോന്റെ മുറിയിലിരുന്ന് TV കണ്ടോ. പൊയ്ക്കും. മമ്മി, ആ അങ്കിളും ഡാഡിയും കൂടി കുടിക്കുന്നില്ലേ ജ്യൂസ്? അതെനിക്കും തരുമോ? അത് ചീത്ത കുട്ടികളാ കുടിക്കാറ് മോനെ. അപ്പോ അങ്കിളും ഡാഡിയും ചീത്തയാണോ? മോനെ പിന്റു, പറഞ്ഞ കേക്ക് മോനെ. പോയിട്ട് മുറിക്കകത്തിരുന്ന് TV കാണാ. ചെല്ലേ. മമ്മി. മോനെ,
ഇങ്ങനെ വാശി പിടിക്കരുത്. ചെല്ല്. ഓക്കെ, വിശക്കുമ്പോ ഞാൻ വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു വരും, കേട്ടല്ലോ? ആ ശരി, അപ്പോഴേക്കും ബിരിയാണി റെഡിയാവും. നീ വന്ന് കഴിച്ചോ. ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യം നന്നായി ആ ഡീല് ക്രാക്കായത്. എന്റെ പേടി എന്തായിരുന്നെന്ന് വെച്ചാ റിയാസ് ആ ക്ലയന്റിനെ തട്ടിയെടുക്കുമെന്ന. അവന്റെ പേര് പോലും പറയരുത്. ആ തെണ്ടിക്ക് ഞാനൊരു പണി കൊടുക്കുന്നുണ്ട്. അവൻ ദേ ഇവിടെ കിടന്ന് അലഞ്ഞടക്കും. വെള്ളം അടിച്ചിട്ട് ആവശ്യമില്ലാത്ത ഓരോന്ന് വിളിച്ച് പറയരുത്. ബിരിയാണി റെഡിയായി കഴിഞ്ഞു. നിങ്ങൾ വന്നാൽ ഞാൻ വിളമ്പിത്തരാം. Cheers. Cheers. വാ, നല്ല ബിരിയാണി കഴിക്കാം. ചേച്ചി ബിരിയാണി കൊള്ളാലോ. കുറച്ചുകൂടി തരട്ടെ. ചേട്ടാ, രാത്രി നന്നായിട്ട് കഴിച്ചാ നല്ല ഉറക്കം വരും അല്ലേ? ആ പറഞ്ഞത് ശരിയാ. കൊള്ളാല്ലേ? കഴിച്ചോ കഴിച്ചോ. ഓക്കെ ചേട്ടാ, എന്നാ ഇറങ്ങട്ടെ. താങ്ക് യു ചേച്ചി, ബിരിയാണി അടിപൊളിയായിരുന്നു. ഓക്കെ പിന്റു, ബൈ. ബൈ. ശരി എന്നാ. ശരി, ബൈ. ബൈ. മിണ്ടരുത്, മിണ്ടിപ്പോയത്. ഹലോ മയാങ്ക്, വിക്രമിനെ പിന്നോനെ അവരെ കൊണ്ടുപോയി. മയാങ്ക് ഒന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വരുമോ പ്ലീസ്? കുറെ ഗുണ്ടകൾ വന്ന് അവരെ കൊണ്ടുപോയി. ആരായിരുന്നു അവർ? പെട്ടെന്ന് വിക്രമിന്റെ വീട്ടിലേക്ക് കയറി വന്നവർ വിക്രമിനെയും മകനെയും തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. വിക്രമും മകനും സുരക്ഷിതരാണോ? എന്തിനു വേണ്ടിയാണ് അവരെ തട്ടിക്കൊണ്ടുപോയത്? വ്യക്തിപരമായ വല്ല പകയുമുണ്ടോ? പെട്ടെന്ന് ഇങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടായാൽ നിങ്ങൾ എന്തു ചെയ്യും? ഇന്നത്തെ സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഒരു സാധാരണ കുടുംബത്തിന് പോലും സമാധാനത്തോടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. എന്നാൽ പോലീസ് നമ്മുടെ സുരക്ഷയ്ക്കായി രാവും പകലും ജോലി ചെയ്യുന്നു. ഇനി വരൂ, തുടർന്ന് കാണാം. നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയപ്പോൾ ആരെങ്കിലും കണ്ടിരുന്നോ? സർ, ഇവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ നേരെ എന്റെ വീടാ. ഇവരുടെ വീട് എന്റെ വീട്ടിന്റെ അടുത്താ. ഞാനവിടെ എത്തിയ ഉടനെ ചേച്ചിയുടെ കോള് വന്നു. അപ്പൊ തന്നെ ഇറങ്ങി. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഇത് ഉറപ്പായിട്ടും റിയാസ് ആയിരിക്കും ചെയ്തത്. അല്ല, ഈ റിയാസ് ആരാ? സർ, ഞാനും വിക്രമും പ്രോപ്പർട്ടി ഡീലിംഗ് ചെയ്യുന്നുണ്ട്. റിയാസ് ഞങ്ങളുടെ കോമ്പറ്റേറ്റീവ് ബ്രോക്കറാ. അയാൾ പലതവണ വിക്രമിനെ വരട്ടിയിട്ടുണ്ട് ഈ ജോലി വിടാൻ. അതെ ഇൻസ്പെക്ടർ സാറേ. ചായ. അതങ്ങനെ വിട്ടേരടി, നല്ല രസമുണ്ട്. നിങ്ങളുടെ ഒരു കാര്യം ഏതു നേരം ഈ ഒരു വിചാരേ ഉള്ളൂ. പ്രായത്തിനൊത്ത് പെരുമാറാൻ നോക്ക്. എന്റെ ഭാര്യയോടല്ല ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിൽ പിന്നെ ഞാൻ ആരോട് പറയും? പിന്നെ വിക്രം, എവിടെയാണോ ഒളിച്ചിരിക്കുന്നത്? പുറത്തിറങ്ങടാ. വിക്രം, എന്തിനാണോ ഇവിടെ വന്ന് ഒച്ച ഉണ്ടാക്കണേ? നീ നിന്റെ വൃത്തികെട്ട അഭ്യാസങ്ങൾ നിർത്തിയില്ലെങ്കിലേ നിന്നെ വലിച്ചു കീറും ഞാൻ. എന്താ പറഞ്ഞേ? ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞില്ലേ എന്റെ ക്ലയന്റിന്റെ അടുത്ത് പോയേക്കരുതെന്ന്? എന്നിട്ടും ആ പഞ്ചാബി മനുഷ്യൻ അയാൾ ഫ്ലാറ്റ് എന്റെ കയ്യിൽ നിന്നാണ് വാടകയ്ക്ക് എടുക്കാൻ ആഗ്രഹിച്ചേ. അയാളെ നീ ഫോൺ ചെയ്ത് എന്തിനാ എന്നെ തട്ടിപ്പറിച്ചേ? ക്ലയന്റ് ആയിരുന്നു നിന്റെ തന്തയുടെ വകയാണോ? വെറുതെ തന്തയ്ക്ക് വിളിക്കരുത് കേട്ടോ. വിളിച്ചാ എന്ത് ചെയ്യും താൻ? വിളിച്ചാ ഞാൻ എങ്ങോട്ടൊക്കെ കേറിപ്പോകുന്നത് നിനക്ക് തന്നെ മനസ്സിലാവില്ല. ഡോ, അങ്ങോട്ട് എന്നാ നോക്കുക? എന്നെ നോക്കി സംസാരിക്കേ. ഇറങ്ങടോ ഇവിടുന്ന്. നിന്നെ എടുത്തോളാടാ ഞാൻ. ഒന്ന് പോടോ. കയറി വാ. പ്ലീസ് എന്തെങ്കിലും ചെയ്യ് നോക്കും ഇൻസ്പെക്ടർ ഞങ്ങൾ സാറേ. വിശ്വസിക്കും പ്ലീസ്.
വരൂ ചേച്ചി പോവാം. പറവ്, സർ. റിയാസ് ആരാന്ന് നോക്കിയിട്ട് അയാളെ പിടിച്ചോണ്ട് പോവാ. എന്നിട്ട് വിക്രമിന്റെ കോൾ ഡീറ്റെയിൽസ് നോക്കിയിട്ട് അയാളുടെ ലൊക്കേഷൻ ട്രേസ് ചെയ്യും. ഇവരുടെ അടുത്തുനിന്ന് പിന്റുവിന്റെയും വിക്രത്തിന്റെയും ഫോട്ടോ മേടിച്ച് എല്ലാ സ്റ്റേഷനിലും കൊടുത്തേക്ക്. ഫാസ്റ്റ്. സർ. പോലീസ് റിയാസിന്റെ വീട്ടിൽ പരിശോധന നടത്തുകയും അടുത്തുള്ള പോലീസ് സ്റ്റേഷനുകളിലേക്ക് ഇൻഫോം ചെയ്യുകയും ചെയ്തു. വിക്രമിനെയും അവന്റെ മകൻ പിന്റുവിനെയും തട്ടിക്കൊണ്ടുപോയത് റിയാസ് തന്നെ ആയിരിക്കുമോ? അതിന് സാധ്യത ഉണ്ടായിരുന്നു. കാരണം ഇന്നത്തെ കാലത്ത് ജോലിയുടെയും ബിസിനസിന്റെയും പേരിൽ ആളുകൾ പരസ്പരം കൊലപാതകം വരെ ചെയ്യുന്നു. ഇത് വെറും ഒരു കിഡ്നാപ്പിംഗ് അല്ലേ? പോലീസ് ഈ കേസിനെ പുതിയൊരു കോണിൽ നിന്ന് പരിശോധിക്കാൻ ശ്രമിച്ചു. പണം തട്ടിയെടുക്കാനായിരുന്നു കുറ്റവാളികളുടെ ഉദ്ദേശമെങ്കിൽ അവർ പിന്റുവിനെ തട്ടിക്കൊണ്ടുപോയി വിക്രമിനോട് പണം ആവശ്യപ്പെടുമായിരുന്നു. റിയാസിനായുള്ള തിരച്ചിൽ പോലീസ് തുടർന്നു. സമീപ പ്രദേശങ്ങളിലെ എല്ലാ CCTV ഫുട്ടേജും ചെക്ക് ചെയ്തു. എന്നിട്ടും യാതൊരു തെളിവും ലഭിച്ചില്ല. സർ, വിക്രമിന്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്ത് കഴിഞ്ഞു. അയാളുടെ ഫോൺ വീടിന്റെ അടുത്ത് വെച്ച് തന്നെ ഓഫായത്. അയാളുടെ നമ്പർ ഞാൻ സർവേലൻസിൽ ഇട്ടിട്ടുണ്ട്. ഓണാകുമ്പോൾ അപ്പം തന്നെ അറിയാൻ പറ്റും. കോൾ ഡീറ്റെയിൽസും CCTV ഫുട്ടേജും ഇതാ സർ. സാർ, ഇതിലുള്ള എല്ലാ നമ്പറും വിക്രമിന്റെ ക്ലയൻസിന്റെ ആണ്. സസ്പീഷ്യസ് നമ്പേഴ്സായിട്ടൊന്നുമില്ല. പിന്നൊരു കാര്യമുണ്ട് സർ. സർ, വിക്രമിനൊരു വലിയ ഡീൽ നടന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു റിയാസ് അതുകൊണ്ടാണ് അയാളെ വഴിയിൽ നിന്ന് മാറ്റിയെന്നാണ്. റിയാസിനെ കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞോ? അയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് സർ. അയാൾ വീട്ടിലും ഇല്ല. റിയാസ് ഇങ്ങനെ പുറത്ത് ചുറ്റിക്കറങ്ങി നടന്നാ അത് വിക്രമിന്റെ ഭാര്യയുടെ ജീവനോ അപകടമാണ്. വേഗം അവനെ കണ്ടുപിടിക്കുക. സർ. നിങ്ങളോ? നിങ്ങൾ എന്നെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. വല്ല വിവരവും കിട്ടിയോ വിക്രമിനെയും പിന്റുവിനെയും കുറിച്ച്? ഇല്ല. ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിരുന്നു. അവരവരുടെ സൈഡിൽ തിരയുന്നുണ്ട്. നിങ്ങൾ ഓക്കെ ആണോ എന്ന് നോക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഒരമ്മയുടെ മനസ്സിലൂടെ എന്തായിരിക്കും കടന്നു പോവുക? അവരുടെ കൺമുമ്പിൽ വെച്ച് തന്നെ സ്വന്തം മകനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ടുപോയാൽ, ദിവസങ്ങളോളം അവനെക്കുറിച്ച് വിവരങ്ങളൊന്നും ലഭിക്കാതിരുന്നാൽ. കരിഷ്മയും നിർഭാഗ്യവതിയായ ഒരമ്മയായിരുന്നു. ഭർത്താവും കുഞ്ഞും ഒരുപോലെ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. അവർക്കെന്താവും സംഭവിച്ചിരിക്കുക? റിയാസിനെ കണ്ടെത്താനുള്ള ശ്രമത്തിൽ പോലീസ് അവന്റെ വീടിന് മുമ്പിൽ ഒരു കോൺസ്റ്റബിളിനെ നിയോഗിച്ചു. അങ്ങനെ ഒരു ദിവസം. സാറ്, ഈ എന്നെ എന്തിനാ സാറേ ഇവിടെ കൊണ്ടുവന്നേ? കാരണം താൻ ഉണ്ടാവേണ്ട സ്ഥലം ഇതാ. പറടോ. കുറെ നാളുകൊണ്ട് നിന്നെ തേടുക. പറ, വിക്രവും പിന്റു എവിടെയാ? പറയാൻ. ഏത് വിക്രം? ഏത് പിന്റുവാ സാറേ? സാറ്, വിക്രമിനെ എനിക്കറിയാം. പക്ഷേ അയാള് ഇപ്പൊ എവിടെയാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഇത്രയും ദിവസം താൻ ഫോൺ ഓഫ് ചെയ്തിട്ട് എവിടെ മുങ്ങിയിരിക്കുകയായിരുന്നു? ഞാൻ ഫോൺ ഓഫ് ചെയ്തിട്ട് ഗോവയില് അവധിക്ക് പോയിരിക്കുകയായിരുന്നു. അങ്ങനെ വരുമ്പോ ആരും എന്നെ ഡിസ്റ്റർബ് ചെയ്യില്ലല്ലോ. ഇതാ തെറ്റ് ചെയ്തിട്ട് രക്ഷപ്പെടുന്നവർ പറയാം. തലയിൽ കൂടെ ഷോൾ ഇട്ടോണ്ട് വീട്ടിലേക്ക് പോയിരുന്നല്ലേ? ആ, പിടിച്ചു കഴിയുമ്പോ പോലീസിനോട് കഥ പറയാ. അല്ല സാറേ, എനിക്ക് തണുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഷോള് പൊതിച്ചേ. ഇനി നീ ചൂടറിയും. ഇവന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റില് ഇവന്റെ ശരീരത്തിലെ ഓരോ ഭാഗവും സത്യം പറയണം. സാറേ, സാറേ പ്ലീസ്. അതെ. പോലീസ് റിയാസിനെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ റിയാസ് പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. വിക്രമിനെയും പിന്റുവിനെയും റിയാസ് എന്തായിരിക്കും ചെയ്തത്? ഇതുവരെ പണം ആവശ്യപ്പെട്ടുകൊണ്ട് യാതൊരു ഫോൺ കോളും വന്നിട്ടില്ല. മാത്രമല്ല, പോലീസിന് തെളിവുകളൊന്നും ലഭിച്ചിട്ടുമില്ല. അങ്ങനെ ഒരു ദിവസം പോലീസിനൊരു ഫോൺ കോൾ ലഭിക്കുന്നു. നമസ്കാരം, ആസാദ് നഗർ പോലീസ് സ്റ്റേഷൻ. ശരി, ഞങ്ങളിത് എത്തുക. സർ. വരൂ. അതെ സർ, ഞാനാണ് ഫോൺ ചെയ്തത്. നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന ആ ചെക്കൻ, അവന് ഭയങ്കര പരിക്ക് പറ്റിയ നിലയിലാണ് ആൾക്കാർ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പക്ഷെ ഇപ്പൊ അവന് അപകടമൊന്നുമില്ല.
ഞാൻ എല്ലാ സ്റ്റേഷനിലും വിളിച്ചു ചോദിച്ചിട്ടാണ് നിങ്ങളുടെ നമ്പർ തന്നെ എനിക്ക് കിട്ടിയത്. ഞങ്ങൾക്ക് അവനോട് സംസാരിക്കാൻ പറ്റുമോ? ഉറപ്പായിട്ട് സംസാരിക്കാൻ പറ്റും. പിന്റുവിനെ മാത്രം കണ്ടെത്തുക, വിക്രമിനെ കണ്ടെത്താതിരിക്കുക. ഇതേതു തരത്തിലുള്ള കുറ്റവാളിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? പിന്റു തട്ടിക്കൊണ്ടുപോയവരിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നതാണോ, അതോ സംഭവം മറ്റെന്തെങ്കിലുമായിരുന്നോ? വാസ്തവത്തിൽ വിക്രം എവിടെയാണ്? അയാൾ സുരക്ഷിതനായിരിക്കുന്നുണ്ടോ? പോലീസിന് വിക്രമിനെ കണ്ടെത്താനാവുമോ? വരൂ നമുക്ക് നോക്കാം പിന്റു പോലീസിന് നൽകിയ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന്. മോനെ, ഞങ്ങൾ മോന്റെ അച്ഛന്റെ സുഹൃത്തുക്കളാ. മോന്റെ അച്ഛൻ എവിടെയാന്ന് ഒന്ന് പറയാൻ പറ്റുമോ? മമ്മി മമ്മി ഞങ്ങള് മോനെ മമ്മിയുടെ അടുത്ത് കൊണ്ടുപോവാ. അന്ന് രാത്രി മോന്റെ കൂടെ അച്ഛനും ഉണ്ടായിരുന്നില്ലേ? അദ്ദേഹം ഇപ്പൊ എവിടെയാ? പോലീസ് പിന്റുവിനെ ചോദ്യം ചെയ്തപ്പോൾ ഹൃദയം നടുങ്ങുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളാണ് പോലീസിന് ലഭിച്ചത്. വിക്രമിനെ അന്ന് രാത്രി കൊലപ്പെടുത്തിയിരുന്നു. എന്നാൽ പിന്റു എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം ഉയരുന്നുണ്ടാവാം, വിക്രമിനെ കൊലപ്പെടുത്തിയത് ആരായിരിക്കുമെന്ന്. പിന്റു പറഞ്ഞ സത്യങ്ങളെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ പോലീസ് ആകെ ഞെട്ടിത്തരിച്ചുപോയി. ചേട്ടാ, എന്തായി കാണിക്കുന്നേ? ആസ്വദിക്ക, നിന്നെ ആസ്വദിക്ക. അങ്ങനെ എന്താ ആസ്വദിക്കാനുള്ളത്? നമ്മള് ചെയ്യുന്നേ. പിന്നെ നിന്റെ വിഷത്തിന്റെ പ്ലാൻ അടിപൊളിയായിരുന്നു. പണിയും കഴിഞ്ഞു, പോലീസിനെയും വഴിതെറ്റിച്ചു. അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാ. ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായി, അതും പ്രൂഫിനോടൊപ്പം. രണ്ടിനെയും പിടിച്ചോണ്ട് പോ. സർ പറയുന്നത് കേൾക്ക് സർ, പ്ലീസ് സർ. സർ പറയുന്നത് കേൾക്ക് സർ. സർ പ്ലീസ്, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഒരമ്മയ്ക്ക് സ്വന്തം മകനെയും ഭർത്താവിനെയും കൊലപ്പെടുത്താൻ സാധിക്കുമോ? ആ സ്ത്രീയുടെ മാനസികാവസ്ഥ എന്തായിരിക്കാം? മറ്റൊരു പുരുഷനൊപ്പം ചേർന്ന് സ്വന്തം ഭർത്താവിനെയും കുഞ്ഞിനെയും കൊല്ലാൻ ശ്രമിച്ചിരിക്കുന്നു. വരൂ നമുക്ക് നോക്കാം സത്യത്തിൽ ആ രാത്രി എന്താണ് സംഭവിച്ചത്. പറ, എന്തിനാ വിക്രമിനെ കൊന്നേ? സർ, ഞാനും കരിഷ്മയും പരസ്പരം ഇഷ്ടപ്പെടുക. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു പിന്റുവിനെയും വിക്രമിനെയും ഞങ്ങളുടെ വഴിയിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബാക്കിയുള്ള ജീവിതം ഒരുമിച്ച് ജീവിക്കാമെന്ന്. പക്ഷെ എന്തൊക്കെ ചെയ്താലും തലയിൽ എഴുതിയിരിക്കുന്നത് നടക്കുമെന്ന് പറയില്ലേ? ഭാഗ്യം പിന്റുവിന്റെ ജീവൻ ഒന്നും പറ്റിയില്ല. അന്ന് രാത്രിയിലത്തെ കഥ നിങ്ങൾ പറയുന്നോ അതോ ഞാൻ പറയണോ? പറയാൻ ഞാൻ പറയാം സർ. അന്ന് രാത്രി വിക്രം ബിരിയാണി പാർട്ടി വെച്ചു. മയാങ്കിന്റെ കൂടെ ഭക്ഷണം കഴിക്കേണ്ട സമയമായപ്പോൾ ഞാൻ പിന്റുവിന്റെയും വിക്രമിന്റെയും രണ്ടുപേരുടെയും ബിരിയാണിയിൽ വിഷം കലർത്തി.
അന്ന് രാത്രി പിന്റു കുറച്ച് ബിരിയാണി കഴിച്ചോണ്ട് ഭാഗ്യ അവന്റെ ജീവൻ രക്ഷപ്പെട്ടു. ആൻഡ് അവൻ ആദ്യം അവന്റെ അച്ഛന്റെ മരണം കണ്ടുകൊണ്ട് അവൻ മരിച്ചതുപോലെ അഭിനയിക്കായിരുന്നു. ഇനി നിങ്ങൾ ജയിലിലേക്ക് പോയി ചെയ്ത തെറ്റിനുള്ള ശിക്ഷ മേടിക്കുക. കരിഷ്മയും മയാങ്കും ചേർന്ന് ഭക്ഷണത്തിൽ വിഷം കലർത്തി വിക്രമിനെയും പിന്റുവിനെയും കൊല്ലാൻ ശ്രമിച്ചു. രണ്ടുപേരെയും ദൂരെയുള്ള ഒരു കുഴിയിൽ കുഴിച്ചു മൂടാൻ പ്ലാനിട്ടു. എന്നാൽ പിന്റുവിന് മാത്രം എങ്ങനെയൊക്കെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചു. അത് ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ്. ഒരു ചെറിയ കുട്ടി വിഷം കഴിച്ചിട്ടും കുഴിച്ചു മൂടപ്പെട്ട ശേഷവും അവിടെ നിന്ന് രക്ഷപ്പെട്ട് പല സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി ബോധരഹിതനായി ചില ആളുകളുടെ കയ്യിൽ കിട്ടി. അവർ പിന്റുവിനെ പോലീസിന് കൈമാറി. അങ്ങനെയാണ് ഈ കേസ് പരിഹരിക്കപ്പെട്ടത്. ഞാൻ റാണി ചാറ്റർജി നിങ്ങളോട് വിട ചോദിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം ക്രൈം ചക്രയുടെ പുതിയ എപ്പിസോഡിൽ പുതിയ കഥയോടൊപ്പം. കാത്തിരിക്കൂ, സുരക്ഷിതരായിരിക്കൂ. ജയ് ഹിന്ദ്.